എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് പുട്ടാണ്. അപ്പോൾ അതും പാലിലാണ് ഞാൻ കുഴക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം 2 ഗ്ലാസ് പൊടി, പുട്ടുപൊടി 2 ഗ്ലാസ് നമ്മൾ ഇടാം. 2 ഗ്ലാസ് പൊടി ഇട്ടു. നമ്മൾ അതിലേക്ക് പുട്ടിന് ആവശ്യമുള്ള നമ്മളെ ഉപ്പ് ഇട്ട് കൊടുക്കണം. പുട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പുട്ടിക്ക് കുറച്ച് ഉപ്പ് മതി. പിന്നെ നമ്മൾ ക്യാരറ്റ് പുട്ടാണല്ലോ, അപ്പോൾ ഞാൻ ക്യാരറ്റ് കണ്ടില്ലേ ചീകി എടുത്തതാണ് ക്യാരറ്റ്. അപ്പോൾ ഇതിൻ്റെ പകുതി ക്യാരറ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ജീരകം ഇട്ടിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ടിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ പാലിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇത് നല്ലോണം നാളികേരവും ക്യാരറ്റും ഉപ്പും പുട്ടുപൊടിയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുറേശ്ശെ പാലൊഴിച്ചിട്ട് കുഴയ്ക്കുന്നത്. ആദ്യം കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ചും കൂടിയും പാല് ഒഴിച്ച് കൊടുക്കും. അപ്പം നമ്മൾ പാല് ഒഴിച്ച് കൊടുത്തു. ഇനി ആ സ്പൂൺ മാറ്റിയിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക, പുലർത്തിയെടുക്കുക പുട്ടുപൊടി. അങ്ങനെ നമ്മൾ പുട്ടുപൊടി നല്ലോണം പുലർത്തി എടുത്തു. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നാളികേരം നമ്മൾ ചതച്ചാണ് ചേർക്കാം. അപ്പോൾ ക്യാരറ്റും ഇതൊക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഉലർത്തി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ അടച്ചു വയ്ക്കുക. അങ്ങനെ നമ്മൾ പുട്ടുപൊടി അടച്ചു വെച്ചു. ഇനി നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നാളികേരം ചിരകിയതും ക്യാരറ്റ് ചീകിയതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇട്ടുന്നത്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിരട്ട എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഓരോ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ചിരട്ട കഴുകിയെടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇത് നിറയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 3 ടീസ്പൂൺ ചിരട്ടയിലേക്ക് 3 ടീസ്പൂൺ നാളികേരവും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തത് ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ പുട്ട് പൊടി ഇട്ട് കൊടുക്കാം. പുട്ടുപൊടി ചിരട്ടയിലേക്ക് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് കുക്കറിന്മേൽ കൊണ്ടുവയ്ക്കാം. അങ്ങനെ നമ്മൾ കുക്കറിൽ വെള്ളമൊക്കെ തിളച്ച് നല്ലോണം വിസിലൂരി വെച്ചിട്ടുണ്ട്. നല്ലോണം ആവി വരുന്നുണ്ട് കണ്ട. അപ്പോൾ നമ്മളിതൊന്ന് അതിൻ്റെ വിസിലൂരിയിട്ട് അതുമേലേക്ക് ഇങ്ങനെ നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മളൊന്ന് മൂടി കൊടുക്കാം വേവാനായിട്ട്. അടച്ചു വയ്ക്കുക. ഇനി നമ്മളിത് അടച്ചു വയ്ക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പുട്ട് ചുട്ടിട്ടുണ്ട്. ഒരെണ്ണം ചുട്ടു. ഇനി അതേപോലെ എല്ലാം ചുട്ടെടുക്കാം. നല്ല ചൂടാണ്. അപ്പോൾ നമ്മളെ പുട്ട് ഉണ്ടോ നല്ല ചൂട് പുട്ട്. ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. അടച്ച് വയ്ക്കാം. നമ്മൾ അടുത്ത പുട്ടും അങ്ങനെ നമ്മുടെ ആവി പറക്കണ ചിരട്ടപ്പുട്ട് ക്യാരറ്റ് പാലിൽ കുഴച്ച ക്യാരറ്റ് ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.